സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദിവസത്തിന്റെ പാദപീഠത്തിലായിരിക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായ ഒരു വാക്യം വായിച്ച് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിലൊരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ തോമസ് മാത്യു പാസ്റ്റർ, ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച വിജു ഡാനിയലിൻ്റെ നേതൃത്വത്തിലുള്ള പൗരുഷൻ കൊയർ, ഇവിടെ ആയിരിക്കുന്ന സ്റ്റുഡിയോയിലും ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ എല്ലാത്തിനും നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയത്തില്ല. പക്ഷേ എല്ലാത്തിനേക്കാളും വലിയൊരു ഉത്തരമാണ് യേശു ക്രിസ്തു. സ്തോത്രം. മനുഷ്യർ പറയുന്ന വാക്കുകൾക്കൊക്കെ പരിമിതികളുണ്ട്, എന്നാൽ യേശു ക്രിസ്തുവിൽ എല്ലാത്തിനും ആൻസറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ലോകം ഒരു 50 വർഷം മുമ്പേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർ പറഞ്ഞു കേട്ടാൽ നമ്മൾ അറിഞ്ഞിരുന്നത്. സ്തോത്രം. അന്ന് വായിക്കാനുള്ള കഴിവൊക്കെ ആൾക്കാർ കുറവായിരുന്നു. പഠനം അല്ലെങ്കിൽ എഴുത്തും വായനയൊക്കെ ആൾക്കാർക്ക് കുറവായിരുന്നുകൊണ്ട് മറ്റുള്ളവർ പറഞ്ഞു കേട്ടാണ് അവർ കാര്യങ്ങൾ അറിഞ്ഞിരുന്നത്. സ്തോത്രം. എന്നാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വായിച്ച് കേൾപ്പിക്കുന്ന രീതികൾ വന്നു. പിന്നെ എഴുതി കൊടുത്തത് വായിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം കാലങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ വന്നിരിക്കുന്ന യുഗം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് യുഗമാണ്. ആ ഇൻ്റർനെറ്റ് യുഗത്തെയും കടത്തിവെട്ടിക്കൊണ്ട് AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു യുഗത്തിൽ വന്നിപ്പോൾ നിൽക്കുകയാണ്. ആ യുഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നാൽ, നമ്മൾ കഴിഞ്ഞ ഒരു ചില 5-6 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് വഴി സെർച്ച് ചെയ്യണമായിരുന്നു. ഇപ്പോൾ സെർച്ച് ചെയ്യാൻ പോലും പോകണ്ട. എന്തെങ്കിലും ഒരു വിഷയം ഓണായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് കണക്റ്റഡുമായിരിക്കുന്ന ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെ മുന്നിൽ നിന്ന് നിങ്ങൾ സംസാരിച്ചാൽ ഓട്ടോമാറ്റിക്കലി അത് സെർച്ച് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? നമ്മൾ ആ ഒരു യുഗത്തിലാണ്. നിങ്ങൾ ഫോണിൽ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിങ്ങൾ പറയുകയാണ്, എനിക്ക് അടപ്രഥമം കഴിക്കാൻ കൊതിയാണ്, എനിക്ക് നല്ല ബീഫ് വറുത്തത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് നിങ്ങൾ ഫോണിൽ കൂടെ പറഞ്ഞാൽ, നിങ്ങൾ ഫോൺ ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ ഇൻ്റർനെറ്റ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അടപ്രഥമം പായസത്തിൻ്റെ റെസിപ്പികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ സെർച്ച് ചെയ്തോ? ഇല്ലല്ലോ. നിങ്ങൾ ആരോണ്ടോടെ പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ റെസിപ്പി വരാൻ തുടങ്ങും. എന്താ കാര്യം എന്നറിയാമോ? നിങ്ങൾ പറയുന്നതിന് മുമ്പ്, സെർച്ച് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയത്തെ പിടിക്കുന്നൊരു സംഭവം കണ്ടുപിടിച്ച് കഴിഞ്ഞു. സ്തോത്രം. എന്നാൽ ആ കാലഘട്ടം ലോകം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന്, ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് പല കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ കോണിലും എത്തിക്കഴിഞ്ഞു. സൗരയൂഥത്തിൽ എത്തിക്കഴിഞ്ഞു, ഗാലക്സിയിൽ എത്തിക്കഴിഞ്ഞു, പല കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ സ്പന്ദനം ഇൻ്റർനെറ്റ് യുഗത്തിലാണ്, AI-യിലാണ്. പക്ഷെ ഒരു ആത്മീയൻ്റെ സ്പന്ദനം എന്ന് പറയുന്നത് ദൈവത്തിലാണ്, ദൈവത്തിൻ്റെ ആത്മാവിലാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയില്ലാതെ ഒരു ആത്മീയൻ്റെ ഹൃദയസ്പന്ദനം മുന്നോട്ട് പോകുകയില്ല. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ലോകത്തിൻ്റെ വളർച്ചയും ഈ ലോകത്തിൻ്റെ സകല ഉയർച്ചകളും അതിൻ്റെ നിലനിൽപ്പും ഈ ലോകത്തിലെ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്ന ഇൻ്റർനെറ്റ് യുഗത്തിലാണെങ്കിൽ അല്ലെങ്കിൽ വിരൽ തുമ്പിലാണെങ്കിൽ ഒരു ആത്മീയനെ സംബന്ധിച്ച് അവൻ്റെ സ്പന്ദനം, അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആത്മാവിൻ്റെ അത്യന്ത ശക്തിയാണ്. സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം അതാണ്. ഞാൻ വായിച്ച കുറിവാക്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. സ്തോത്രം. കുറിവാക്യത്തിനകത്ത് പഴയ നിയമ പുസ്തകത്തിൽ നിന്നും യെശയ്യാവിൻ്റെ പ്രവാചകൻ പറഞ്ഞ ഒരു പ്രവചന വാക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് അതിൻ്റെ പശ്ചാത്തലം പറയുവാൻ ഞാൻ അധികം ആഗ്രഹിക്കുന്നില്ല. ജസ്റ്റ് നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്രം അതിൻ്റെ പശ്ചാത്തലം പറഞ്ഞിട്ട് ആ വാക്യത്തിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കും. ഈ വാക്യം പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ അന്ന് ആ ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. കർത്താവ്
വലിയ പ്രതീക്ഷയോടുകൂടി നട്ട ഒരു മുന്തിരിവള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫലം കായ്ക്കുമെന്ന് വിചാരിച്ച് യഹൂദ ജനത്തെ മുന്നോട്ട് കൊണ്ടുവന്നു. പക്ഷേ അവർ വേണ്ടവണ്ണം കായ്ക്കാതെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, പിറുപിറുപ്പും വിഗ്രഹാരാധനയും ഒക്കെ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടിയുള്ള പ്രവചനം അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ പ്രവചനത്തിൽ പറഞ്ഞ രീതിയൊക്കെ മാറി. അവർ കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്നൊരു കാലഘട്ടം അവർക്കുണ്ടായിരുന്നു. അവർ ദൈവത്തെ മറന്ന് ജീവിക്കുന്നൊരു കാലഘട്ടം അവർക്കുണ്ടായിരുന്നു. ദൈവത്തെ മറന്നു കളയുന്ന ഒരു കാലഘട്ടം അവർക്കുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞ സകല കാര്യങ്ങളും നിവൃത്തിയായി. അവർ ചിതറിപ്പോകുമെന്നും അവരെ ശൂളമടിച്ച് വിളിച്ചുകൂട്ടുമെന്നും ആ അത്തി തളർക്കുമെന്നും എല്ലാം നമ്മുടെ ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതെല്ലാം പടിപടിയായി നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. അത് നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് ആത്മാവിന്റെ ശക്തിയുള്ള ദൈവജനം സ്തോത്രം പറയും. എന്നാന്നറിയാമോ? ആ പ്രവചനത്തിൽ ഓരോന്നും നിവൃത്തിയാകുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ പ്രാണപ്രിയന്റെ വരവ് ഏറ്റവും അടുത്തു. ഹല്ലേലൂയ. പ്രവചനങ്ങൾ ഓരോരോ നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രാണപ്രിയന്റെ വരവ് ഏറ്റവും അടുത്തു. നമ്മൾ ഇങ്ങനെ ജീവിച്ചാ പോരാ, ഇങ്ങനെ കൊട്ടിയും പാടിയും പോയാ പോരാ. കർത്താവിന്റെ വചനം എന്തു പറയുന്നു അതനുസരിച്ച് ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവാത്മാവിൽ ജീവിക്കണം. എങ്കിൽ മാത്രമേ ആ കാഹള ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയത്തുള്ളൂ. അല്ല, കാഹള ശബ്ദം കേൾക്കുന്നതിന് മുമ്പേ നമ്മൾ മരിച്ചുവെങ്കിൽ, മരിച്ചടക്കപ്പെട്ട് എവിടെ അടക്കി എന്നുള്ള വിഷയമല്ല. ആ കാഹള ശബ്ദം കേൾക്കുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അവർ മടങ്ങി വന്നു. അവർ നല്ല ഫലം കായ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഞാൻ അവരെക്കുറിച്ചല്ല പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ വാക്യത്തെ നേരെ ഞാൻ പുതിയ നിയമ ഇസ്രായേലിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ആരാണ് പുതിയ നിയമ ഇസ്രായേൽ? നമ്മളാണ് പുതിയ നിയമ ഇസ്രായേൽ. ഹല്ലേലൂയ. യഥാർത്ഥ ഇസ്രായേൽ അവർ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ആ കാലഘട്ടം മാറി. അവർ നല്ല മുന്തിരി ഫലം കായ്ക്കാൻ തുടങ്ങി. അവർ ദൈവസ്ഥലിൽ സറണ്ടർ ചെയ്ത് കഴിഞ്ഞു. അവർ മടങ്ങി വന്നിരിക്കുന്നു. അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ആ രാജ്യത്തിന് നേരെ എതിർക്കുവാൻ പറ്റുന്ന ഒരു ശക്തിയുമില്ലാത്ത രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അവർ മടങ്ങി വന്നു. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്ന ആ വാക്യത്തിലെ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് പുതിയ നിയമ യെരൂശലേമിനെ കുറിച്ചാണ്. നമ്മൾ നേരെ പുതിയ നിയമത്തിലേക്ക് വരാൻ പോവുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില വാക്യശകലങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ കാണുന്നത്, ഞാൻ എൻ്റെ പ്രിയതമന് അവന് മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഈ മുന്തിരിവള്ളി നട്ടത് എവിടെയെന്നറിയാമോ? ഏറ്റവും ഫലവത്തായ ഒരു കുന്നിൻ മുകളിലാണ്. എന്ന് പറഞ്ഞാൽ എന്തോ വെച്ചാലും നല്ലപോലെ കായ്ക്കും, എന്ത് നട്ടാലും നല്ല ഫലം ഉണ്ടാകുന്ന ഒരു തോട്ടത്തിനകത്താണ് ഈ മുന്തിരി നടുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ നല്ല ഫലവത്തായ സ്ഥലം ഒരുക്കി. അവിടെ ഒരുക്കുന്നതിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ വായിച്ച്, അവൻ അതിന് വേലി കെട്ടി. ഒന്നാമത് സംരക്ഷണ വലയം നിശ്ചയിച്ചു. വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവിടെ ചെയ്തു. സ്തോത്രം. ഇതെല്ലാം ചെയ്തതിന് ശേഷം നല്ല മുന്തിരിവള്ളി നട്ട് ആ കൃഷിക്കാരൻ കാത്തിരിക്കുക നല്ല ഫലം കായ്ക്കുമെന്ന് വിചാരിച്ച്. പക്ഷേ കായ്ച്ചത് കഴിക്കാൻ കൊള്ളാത്ത, കയ്പുള്ള, പുളിയുള്ള വല്ലാത്ത കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു വന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവൻ്റെ വേലി പൊളിച്ചു കളഞ്ഞു. ശത്രു രാജാക്കന്മാർ കയറി അറ്റാക്ക് ചെയ്തു, ചിതറിച്ചു കളഞ്ഞു ആ രാജ്യത്തെ. അതാണ് നമ്മൾ കണ്ട പ്രവചനം. അത് പ്രവചനം നടന്നു. പ്രവചനത്തിന് നിവൃത്തി വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ജനത്തെ തിരിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അവരെ മടക്കി കൊണ്ടുവന്നു കഴിഞ്ഞു. എന്നാൽ പുതിയ നിയമ ഇസ്രായേലാകുന്ന നാം ഇതേപോലെ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ്. കായ്ക്കുന്നത് കാട്ടുമുന്തിരിങ്ങ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ കാട്ടുമുന്തിരിങ്ങ കായ്ക്കാറുണ്ടോ? നല്ല ഫലമല്ലാത്തത് കായ്ക്കാറുണ്ടോ? നമ്മുടെ ക്രിസ്തീയ ജീവിതം തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ? എത്രയോ നാളായി ദൈവത്തെ മുറുകി പിടിച്ചിട്ട്. നമ്മുടെ ഈ ജീവിതത്തിൽ നല്ല ഫലമാണോ കായ്ക്കുന്നത്, അതോ കാട്ടുമുന്തിരിങ്ങയാണോ? ഇല്ല പാസ്റ്റർ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ കാട്ടുമുന്തിരിങ്ങ ഒന്നും കായ്ക്കുന്നില്ല.
നല്ല ഫലമാണ് കായ്ക്കുന്നത്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇത്രയും ദൂരം വണ്ടിയൊക്കെ യാത്ര ചെയ്ത് ഈ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത്. അല്ല, ഞങ്ങൾ എത്രയോ ജോലികൾ ഞങ്ങൾക്കുണ്ട്. ഈ ടിവിയുടെ മുന്നിൽ ഞങ്ങൾ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ നല്ല ഫലം കായ്ക്കാൻ ആഗ്രഹിക്കുന്നു, നല്ല ഫലം കായ്ക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ പറയുന്നുണ്ടായിരിക്കാം. ഒന്ന് സ്വയം ചോദന ചെയ്ത് നോക്കിക്കേ, നമ്മളിൽ കാട്ടുമുന്തിരിങ്ങ കായ്ക്കാറുണ്ടോ? ആകാത്ത ഫലം കായ്ക്കാറുണ്ടോ? 2 രീതികൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. 2 രീതിയിലാകാത്ത ഫലങ്ങൾ വരും. ഒന്നാമത്തെ രീതി റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതി വെച്ചിരിക്കുന്ന വാക്യം ഞാനത് വായിച്ചിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 7-ന്റെ 19-20. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. കാട്ടുമുന്തിരിങ്ങ ആകാത്ത ഫലം നമ്മിൽ നിന്ന് പുറത്തു വരുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാ പറയുന്നു, നമ്മിൽ പാപം വസിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മളിൽ കൂടെ പുറത്തു വരുന്നുണ്ട്. സ്തോത്രം. അപ്പൊ ഈ പാപം നമ്മളിൽ വസിച്ചുകൊണ്ട് നല്ലത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നല്ലത് ചെയ്യാൻ കഴിയുന്നില്ല. ഇച്ഛിക്കാത്ത തിന്മ പുറത്തു വരുന്നു. സ്തോത്രം. വീട്ടിൽ ചെന്ന് ഇനി എൻ്റെ അച്ചായനോട് ഞാൻ ആവശ്യമില്ലാതെ സംസാരിക്കത്തില്ല, എൻ്റെ ഭാര്യയെ ഞാൻ ഇനി ഉപദ്രവിക്കത്തില്ല, ഇനി എൻ്റെ കുഞ്ഞുങ്ങളോട് വളരെ സ്നേഹമായിട്ട് ഇടപെടും എന്നൊക്കെ പല തീരുമാനങ്ങളും ഈ പ്രസംഗം കേൾക്കും ഏറ്റെടുക്കും, തീരുമാനിക്കാറുണ്ട്. അങ്ങനെ തീരുമാനിച്ചത് എനിക്കറിയാം. പക്ഷേ ഈ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ TV ഓഫ് ചെയ്ത് വീട്ടിലെ കാര്യങ്ങളോട് ഇടപെടുമ്പോൾ ഈ തീരുമാനമെല്ലാം മാറും. സ്തോത്രം. തീരുമാനമൊക്കെ മാറും. പിന്നെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന വേറെ ശക്തിയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഞങ്ങളോട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ, പാസ്റ്ററെ മദ്യപിക്കലെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഞാൻ എൻ്റെ ഭാര്യയെ തല്ലലെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഭാര്യയെ തല്ലുക. എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? അവരിൽ വസിക്കുന്ന പാപം. പാപത്തിന് നീക്കുപോക്ക് വരാതെ, പരിഹാരം വരാതെ ഒരിക്കലും ഈ നന്മ ചെയ്യാനുള്ള മനസ്സുണ്ടാകത്തില്ല. അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. അവൻ്റെ പരിപാടി തിന്മ ചെയ്യിക്കുക. എങ്ങനെങ്കിലും ഈ ലോകത്തിൽ തിന്മ ചെയ്യിച്ച് പാപം ചെയ്ത് നിന്റെ നിത്യത ഇല്ലാതാക്കുക. അതാ പിശാചിൻ്റെ പരിപാടി. സ്തോത്രം. അപ്പം നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇച്ഛിക്കാത്ത തിന്മ, ആഗ്രഹത്തോടല്ല, ഇച്ഛിക്കാത്ത തിന്മയെന്നാ, താല്പര്യമില്ലാത്ത തിന്മ കയറി വരിക. സ്തോത്രം. ഒരു മദ്യപാനിയായ ഒരു മനുഷ്യൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, രാവിലെ വളരെ ദുഃഖത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നുവെച്ചാൽ തലേ ദിവസം ഭാര്യയെ തല്ലി. അവളോട് ക്ഷമയൊക്കെ ചോദിക്കും രാവിലെ, എടീ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇന്നലെ നിന്നെ മദ്യപിച്ച് ആ ദേഷ്യത്തോടൊന്ന് തല്ലിപ്പോയി, എനിക്ക് ഭയങ്കര കുറ്റബോധമുണ്ട് എന്ന് പറഞ്ഞ് രാവിലെ ക്ഷമ ചോദിക്കും. എന്നാൽ തല്ലിയ സമയത്ത് ഒരു ക്ഷമയും ചോദിക്കത്തില്ല. ദേഷ്യപ്പെട്ട് ചീത്തയൊക്കെ വിളിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. പുള്ളിക്കാരി ഉണ്ടാക്കി വെക്കുന്ന ആഹാരം പോലും കഴിക്കത്തില്ല. അങ്ങനെ കിടന്നുറങ്ങിയിട്ട് രാവിലെ ഈ കെട്ടെല്ലാം വിട്ട് കഴിയുമ്പോൾ പുള്ളിക്ക് പശ്ചാത്താപം ഉണ്ടാവും, ക്ഷമ ചോദിക്കും. പക്ഷേ ആ ക്ഷമ ചോദിച്ചു പോകുന്ന മനുഷ്യൻ്റെ ആ ഒരു മാനസാന്തരം എന്ന് പറയുന്നത് 6 മണിക്കൂറേ ഉള്ളൂ, അല്ല 7 മണിക്കൂറേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ വൈകിട്ടത്തെ ജോലി കഴിഞ്ഞ് കിട്ടുന്ന കാശ് കൊണ്ട് വീണ്ടും കുടിച്ചിട്ട് ചുറ്റും ഈ ഭാര്യയെ വീണ്ടും ഉപദ്രവിക്കും, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കും, കിട്ടിയ കാശ് മുഴുവൻ കുടിച്ച് കളയും. അപ്പോൾ ക്ഷമാപണം കൊണ്ടോ മാനസാന്തരം കൊണ്ടോ ഒന്നും അവിടുന്ന് അതൊരു നീക്കുപോക്ക് വരുന്നില്ല. നീക്കുപോക്ക് വരണമെങ്കിൽ പാപം മാറണം. സ്തോത്രം. നമ്മളിൽ അടിഞ്ഞു കിടക്കുന്ന പാപം മാറണം. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ ഈ തെളിഞ്ഞ വെള്ളം, 2 ഗ്ലാസിനകത്ത് തെളിഞ്ഞ വെള്ളം വെച്ചിരിക്കാന്ന് വിചാരിക്കുക. ഒരു ഗ്ലാസ്സിൽ ഞാൻ പോയി കൊട്ടിയപ്പോൾ അനക്കവില്ല, തെളിഞ്ഞ വെള്ളം അതേപോലെ നിൽക്കുന്നു. 2ാമത്തെ ഗ്ലാസ്സിൽ പോയി ഞാൻ കൊട്ടിയപ്പോൾ പെട്ടെന്ന് താഴെ അടിഞ്ഞു കിടന്ന കലക്ക വെള്ളമെല്ലാം മേലോട്ട് പൊങ്ങി വന്ന ആ വെള്ളം പെട്ടെന്ന് കളറ് മാറുന്നു. അപ്പോൾ ആദ്യം ഞാൻ നോക്കിയപ്പോൾ 2 വെള്ളം തെളിഞ്ഞതായിരുന്നു. പക്ഷെ 1ാമത്തെ ഗ്ലാസ്സിൽ ഞാൻ കൊട്ടിയപ്പോൾ അനക്കവില്ല, തെളിഞ്ഞ വെള്ളം അതേപോലെ നിൽക്കുന്നു. 2ാമത്തെ ഗ്ലാസ്സിൽ കൊട്ടിയപ്പോൾ ആ അടിഞ്ഞു കിടങ്ങുന്നത് നേരെ പൊങ്ങി ആ വെള്ളത്തെ അശുദ്ധമാക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വിശുദ്ധീകരണം ഇങ്ങനെ, എല്ലാം അടിഞ്ഞു കിടപ്പുണ്ട്, തൊട്ട് നോക്കി അറിയാം ആളാരാന്നുള്ള കാര്യം. നമ്മുടെ പഴയ അപ്പച്ചന്മാർ പണ്ടേ പറയുമായിരുന്നു, പാമ്പ് ചേരയാണോ മൂർഖനാണോ എന്നറിയാൻ വേണ്ടി മണ്ണ് വാരി എറിഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ അറിയാം, പത്തി വിടർത്തും. നമ്മളെല്ലാം ഒതുക്കി അടിയിലിട്ടിരിക്കുക. ആവശ്യം വരുമ്പോൾ പൊക്കിയെടുക്കും. യഥാർത്ഥ വിശുദ്ധീകരണത്തിലോട്ട് വന്നിട്ടില്ല. നിന്നെ എങ്ങനെയൊക്കെ കൊട്ടിയാലും നീ ശുദ്ധിയുള്ളവനായിരിക്കണം.
നിന്നിൽ നിന്ന് ഒരിക്കലും ലോക മനുഷ്യന്റെ സ്വഭാവം പുറത്തു വരാൻ പാടില്ല. എന്തെങ്കിലും കലക്കലുണ്ടെങ്കിൽ അത് മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഒരു ഗ്ലാസ്സിനകത്ത് ഇരിക്കുന്ന ആ കലക്ക വെള്ളം മാറാൻ ആ ഗ്ലാസ് എടുത്ത് കമത്തി കളയണ്ട, ആ ഗ്ലാസ് എടുത്ത് കഴുകാൻ പോണ്ട. ആ ഗ്ലാസ്സിലേക്ക് ശുദ്ധവെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ ആ ഗ്ലാസ്സിലിരിക്കുന്ന കലക്ക വെള്ളം ശുദ്ധവെള്ളമായി മാറും. സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി നോക്കിക്കോണെന്ന്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വചനം നിന്നെ ശുദ്ധീകരിക്കും. ദൈവത്തിന്റെ വചനം നിന്നിലേക്ക് വ്യാപരിക്കും. ദൈവത്തിന്റെ ആത്മാവ് നിന്നിലേക്ക് വ്യാപരിക്കുമ്പോൾ നിന്നിൽ അടിഞ്ഞുകൂടി കിടക്കുന്നതിനെല്ലാം കർത്താവ് ശുദ്ധീകരിക്കും. അത് ഓരോ നിമിഷവും ആ വെള്ളം, പഴയ വെള്ളം പുറത്തോട്ട് പോകും, പുതിയ വെള്ളം നിറയപ്പെടും. ഈ ശുദ്ധീകരണം, വിശുദ്ധ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല കേട്ടോ. ഇതൊക്കെ ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ്. നമ്മൾ ദിവസത്തിൽ തീരുമാനമെടുത്ത ഉടൻ തന്നെ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ അങ്ങ് ശുദ്ധിയാകത്തില്ല. നമ്മൾ ഓരോ ദിവസം ചെല്ലും തോറും പറിച്ചു മാറ്റേണ്ടതിനെ പറിച്ചു മാറ്റണം, വെട്ടിക്കളയേണ്ടതിനെ വെട്ടിക്കളയണം, ക്രമീകരിക്കേണ്ട മണ്ഡലങ്ങളെ ക്രമീകരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ശുദ്ധീകരണത്തിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. പാപം മനുഷ്യനെ അവനെ കൊണ്ട് നന്മ ചെയ്യിക്കാതെ തിന്മ ചെയ്യിക്കും എന്ന് പറഞ്ഞാൽ കാട്ടുമുന്തിരിങ്ങ കായ്പിക്കും. സ്തോത്രം. എന്നാൽ ഈ ഒരു സംഭവം നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇതൊരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ ഇവർ നട്ടിരിക്കുന്നത് നല്ല മുന്തിരിയുടെ കമ്പ. നല്ല മുന്തിരിയുടെ കമ്പ് നട്ടാൽ നല്ലത് കായ്ക്കണം. സ്തോത്രം. അപ്പം നല്ല മുന്തിരിയുടെ കമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരേണ്ടത് നല്ല മുന്തിരിങ്ങയായ കാട്ടുമുന്തിരിങ്ങ അല്ല. ഇന്നത്തെ നമ്മൾ ആത്മീയരെന്ന് പറയുന്ന ദൈവമക്കളിലേക്കാണ് ഈ വാക്യം ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ മദ്യപിച്ച് ജീവിക്കുന്ന ആളിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. അതാ ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. ഈ ലോകത്തിൽ മറ്റു വെറിക്കുത്തുകൾ ജീവിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതാ ഇതുവരെ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അതല്ല. കൊട്ടിയപ്പാടി അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നത് പറയുന്നതോട് ഞാൻ പറയുകയാണ്, നമ്മളിൽ നിന്ന് കാട്ടുമുന്തിരിങ്ങ പുറത്തു വരുന്നുണ്ടോ? സ്തോത്രം. ഈ കാട്ടുമുന്തിരിങ്ങ ഫലം എന്തുകൊണ്ട് പുറത്തു വരുന്നു? അതിനേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാൻ പോവാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിലാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ കിടക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കാട്ടുമുന്തിരിങ്ങ പുറത്തു വരുന്നത്? സ്തോത്രം. ഗലാത്യ ലേഖനം 5:25 ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ഈ പറയുന്ന ഈ ചെറിയ വാക്യത്തിനകത്ത് ഇതിൻ്റെ ആൻസർ കിടപ്പുണ്ട്. നമ്മൾ ആത്മാവിനാൽ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. സ്തോത്രം. പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി ഈ ലോകത്തിലേക്ക് കർത്താവ് അയച്ചത്. സ്തോത്രം. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ ക്രിസ്ത്യ ജീവിതം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആത്മാവിൻ്റെ അത്യന്ത ശക്തിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഒന്നുകൂടെ ഞാൻ ഉറപ്പിച്ചു പറയാം. ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ അറിയുന്നതും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതും സേവിക്കുന്നതും സ്വീകരിക്കുന്നതും ആത്മാവിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടലില്ലാതെ ഒരു മനുഷ്യന് ക്രിസ്തുവിനെ അംഗീകരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഒരിക്കലും കഴിയത്തില്ല. ദൈവത്തിൽ പറഞ്ഞ അങ്ങനെയാണ്. ക്രിസ്തു യേശു കർത്താവെന്ന ഒരു മനുഷ്യൻ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അവന് ക്രിയ ചെയ്തേ പറ്റൂ. പക്ഷെ അവിടെ കൊണ്ട് കാര്യം തീരുന്നില്ല. ചിലരങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, അത് മതി, അത് കഴിഞ്ഞെന്നാ. അല്ല, അത് നമ്മൾ യേശുവിനെ അറിയാൻ ദൈവം മുഖാന്തരമാക്കിയതേ ഉള്ളൂ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും യേശു ശിഷ്യന്മാരോട് പറയത്തില്ലായിരുന്നു, നിങ്ങൾ എന്നെ അറിഞ്ഞു, നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഇനി മതി, ഒരു കാര്യം ചെയ്യ്, പത്രോസേ നീ ശമരിയയ്ക്ക് വയ്ക്കൂ, യോഹന്നാനെ നീ ഗലീലേ പോ എന്ന് പറഞ്ഞ് കർത്താവ് ഏൽപ്പിച്ചില്ല. കർത്താവ് എന്താണെന്നറിയാമോ? നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ കാത്തിരിക്കണം. എന്തിനു വേണ്ടി കാത്തിരിക്കണം? ഹല്ലേലൂയ. ഫണ്ട് വരാൻ കാത്തിരിക്കണോ? അതോ സ്പോൺസറെ കിട്ടാൻ കാത്തിരിക്കണോ? നിങ്ങൾ കാത്തിരിക്കണം. എന്തിനു വേണ്ടി കാത്തിരിക്കണം? ഉയരത്തിന്ന് ശക്തി വരുവോളം. അച്ഛാ, ഞങ്ങൾ പ്രാപിച്ചല്ലോ, ഞങ്ങൾ യേശുവിനെ കണ്ടെത്തിയില്ലേ, ഞങ്ങൾ യേശുവിനെ തിരിച്ചറിഞ്ഞില്ലേ, ഇനി എന്തിനാ ശക്തി? പോരാ. ക്രിസ്തീയ ജീവിതം വിജയകരമായി മുന്നോട്ട് പോകണമെങ്കിൽ ഉയരത്തിൽ നിന്ന് ഒരു വലിയ ശക്തി ധരിക്കുവോളം നിങ്ങൾ കാത്തിരിക്കണം. ഈ ഉയരത്തിൽ നിന്നുള്ള ശക്തി ഇറങ്ങി വരണം, കാര്യസ്ഥൻ ഇറങ്ങി വരണം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം.
സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നമ്മളിൽ നടത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ സ്റ്റുഡിയോയിലും ലോകത്തിന് നാനാഭാഗങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തു പറയാനുണ്ട്? ആത്മാവിനെ നിറവിനെ പ്രാപിച്ചവരാണല്ലോ മിക്കവരും. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തുണ്ട് ആത്മാവിൻ്റെ എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ അങ്ങോട്ട് പറയാം. നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ പാട്ടിൻ്റെ അവസാനത്തെ ലൈൻ നല്ലപോലെ സ്പീഡിൽ പാടി കൈ കൊട്ടി അന്യഭാഷ പറയുക, വീട്ടിൽ പോവുക. ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. എന്ന് പറഞ്ഞാൽ നല്ല ശക്തിക്ക് കൈ കൊട്ടുക, പാട്ടൊരു 3-4 പ്രാവശ്യം പാസ്റ്റർമാർ പാടും, പാട്ടുകാർ പാടും. അപ്പോൾ അവസാനത്തെ സമയത്ത് ആ പാട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കൈ കൊട്ടി ആത്മാവിൽ ആരാധിച്ച് വീട്ടിൽ പോകും. ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. ദൈവമക്കളെ, ഈ അത്യന്ത ശക്തി നമ്മുടെ മേൽ കർത്താവ് പകർന്നിരിക്കുന്നത്, സ്തോത്രം, കേവലം കൈകൊട്ടി അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല. പറഞ്ഞു പക്ഷെ ഈ ആത്മാവ് അകത്ത് വന്നെങ്കിൽ മാത്രമേ നിന്നിൽ ദൈവം വിട്ടിരിക്കുന്ന പല കാര്യങ്ങളും ആക്ടിവേറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അകത്തു വന്നു വസിച്ചെങ്കിൽ മാത്രമേ വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം ചെയ്യാൻ കഴിയത്തുള്ളൂ. ഈ ആത്മാവിൻ്റെ അത്യന്ത ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം, പുറമേ രൂപത്തിനൊന്നും മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല, കളറ് മാറത്തില്ല. സ്തോത്രം. പക്ഷേ നീ ആള് മാറും, നിന്റെ ചിന്തകൾ മാറും, നിന്റെ വിചാരങ്ങൾ മാറും. എല്ലാ വാക്യങ്ങളും ഈ പരിമിതമായ സമയത്തിനുള്ളിൽ എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയത്തില്ല. ഞാൻ ഓടിച്ചോടിച്ച് പറയാം. നീ ആത്മാവിന്റെ കൺട്രോളിലേക്ക് ആയി കഴിയുമ്പോൾ ഒന്നാമത് കാണുന്നത് നിന്റെ പ്രാർത്ഥനയുടെ രീതി മാറും. സ്തോത്രം. 24 മണിക്കൂർ ദൈവസ്ഥലിൽ മുട്ടുമടക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുകയാണ്, പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ, മടി കൂടാതെ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഉറങ്ങാതെ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം നീ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലാണെന്നാ. ആശ്രയ അതെങ്ങനെ അവസ്ഥ ശരിയാന്ന്? പ്രാർത്ഥിക്കുന്ന ആളും അങ്ങനെ പരിശുദ്ധാത്മാവോട് എന്തോ ബന്ധം? സ്തോത്രം. യേശു ശിഷ്യന്മാരെയും കൂട്ടി മലയെ കയറി യേശു പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണ്. സാധാരണ ഇവരെ കൂട്ടാറില്ല. അവസാന സമയമായല്ലോ, കൂട്ടിയേക്കാന്ന് വെച്ച് കൂടെ കൂട്ടിയതാ, ഇവരൊന്ന് കാണട്ടെ കാര്യങ്ങളൊക്കെ ഒന്ന്. അങ്ങനെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. അവർ 2 സ്തോത്രമൊക്കെ പറഞ്ഞ് യേശു അങ്ങോട്ട് പോയപ്പോൾ അവർ കിടന്നുറങ്ങി. യേശു വന്നിട്ട് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. വീണ്ടും ഉറങ്ങി. സ്തോത്രം. അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ആഗ്രഹമുണ്ട് പക്ഷെ കഴിയുന്നില്ല. യേശു പറഞ്ഞു, നിങ്ങൾ എന്നോട് കൂടി അല്പസമയം പോലും ഉണർന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. ആരാ? യേശുവിന്റെ ശിഷ്യന്മാരോടായി പറയുന്നത്. എന്നാൽ ഈ ശിഷ്യന്മാരെ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നോക്കണം. അവരുടെ പ്രാർത്ഥനയുടെ വീര്യം. അവർ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു, അവർ കാരാഗൃഹത്തിൽ പ്രാർത്ഥിക്കുന്നു, അവർ വിശന്നിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു. അവർ എഴുതി വെച്ചിരിക്കുന്നു, ശിഷ്യന്മാർക്ക് ആഹാരം കഴിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ശുശ്രൂഷയാ, പ്രാർത്ഥനയാ. പത്രോസ് ഒരിക്കൽ എടുത്തു കറങ്ങി പോയിട്ട് വന്നപ്പോൾ നേരെ ഒത്തിരി വൈകി, ആഹാരം കഴിച്ചിട്ട് നല്ലപോലെ വിശക്കുന്നു. പുള്ളി വിശക്ക് ആഹാരം റെഡിയാൻ ചോദിച്ചു, ആഹാരം റെഡിയായിട്ടില്ല. എന്നാൽ ഇപ്പൊ റെഡിയാക്കാതെ റെഡിയായിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളി പ്രാർത്ഥനാ സമയത്ത് ഗോപുരത്തിലേക്ക് കയറി വെൺമാടത്തിൽ കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശപ്പുണ്ട്, പക്ഷെ പ്രാർത്ഥനയിൽ ജാഗരിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. അന്ന് വരെ കാണാത്തൊരു ദർശനം അദ്ദേഹം കണ്ടു. ആ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഞാനത് പറയാൻ കാര്യം, യഥാർത്ഥമായി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കണക്ഷൻ വേണം. ആത്മാവ് നമ്മളിൽ പ്രചോദിപ്പിക്കാതെ നമ്മുടെ പ്രാർത്ഥന നടക്കത്തില്ല. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന പ്രാർത്ഥനയാ. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരുത്തില്ല കേട്ടോ. വിഷയങ്ങൾ ഇങ്ങനെ വാല വരും. പലപ്പോഴും ആൾക്കാർ, അയ്യോ എന്തോ പ്രാർത്ഥിക്കേണ്ട പാസ്റ്റർ, എത്ര മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റും? കൂടി എന്താ 5 മിനിറ്റ്, അല്ലെ 10 മിനിറ്റ്, ഇനി വലിച്ചു നീട്ടിയാൽ അരമണിക്കൂർ, ഇതിൽ കൂടുതൽ എന്തോ പ്രാർത്ഥിക്കാനാ? ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. അപ്പം എന്ത് ചെയ്യണം? നന്ദി പറയാൻ അറിയാവോ?
നന്ദി പറയാൻ അറിയാമോ? സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇത്ര നാളെ ലഭിച്ചതിന് നന്ദി പറ, നന്ദി പറ. നീ തരണേ തരണേ വേണേ വേണമെന്നുള്ള പറച്ചിലൊക്കെ നിർത്തിയിട്ട് ദൈവമേ എന്നെ ജീവനോടെ ശേഷിപ്പിച്ചതിന് നന്ദി, എനിക്ക് തലമുറ തന്നതിന് നന്ദി, എനിക്ക് ആരോഗ്യം തന്നതിന് നന്ദി, എന്നെ വീണ്ടെടുത്തതിന് നന്ദി അപ്പാ. നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങി നോക്കിക്കേ, മണിക്കൂറുകൾ നിങ്ങളുടെ പ്രാർത്ഥന പോവും. സ്തോത്രം. നമ്മളെ മലയാളികളെ സംബന്ധിച്ച് നന്ദി പറയാൻ ഭയങ്കര മടിയാണ്. എന്താ കാര്യം എന്നറിയാമോ? നന്ദി പറയാത്തത് സംതൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായോ? സംതൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് നന്ദി പറയാത്തത്. ഇപ്പോഴും പൂർവ്വത്തോണ്ടിരിക്കുക, ഇപ്പോഴും തരണേ തരണേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നന്ദിയുള്ള ഹൃദയം ഉണ്ടാകണമെങ്കിൽ സംതൃപ്തി ഉണ്ടാകണം. ലഭിച്ചത് മതിയപ്പ, താങ്ക് യു, നന്ദി അപ്പ എന്ന് പറയണം. അപ്പൊ പ്രാർത്ഥിക്കണമെങ്കിൽ ആത്മാവോട്ട് കണക്ട് ചെയ്യണം. ഓരോന്നെടുത്ത് പറയാൻ സമയമില്ല, അതിന് ഒറ്റ വാക്കി പറയുകയാണ്. പരിശുദ്ധാത്മാവുമായിട്ട് കണക്ട് ചെയ്യപ്പെടാതെ ഒരു മനുഷ്യനെ ശ്രേഷ്ഠൻ നേടാൻ കഴിയത്തില്ല. എപ്പോഴും സന്തോഷിക്കാൻ കഴിയത്തില്ല. ഇതെല്ലാം എടുത്തു പറയേണ്ടതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ ആത്മാർത്ഥമായിട്ട് കഴിയത്തില്ല. പറഞ്ഞ മനസ്സിലായില്ല? നമ്മളിൽ ഉണ്ടാകുന്ന വിചാരങ്ങൾ, ഒരു മനുഷ്യനിലുള്ള വിചാരങ്ങൾ ഇൻബിൽട്ടാണ്. ഒരു മനുഷ്യൻ ഈ ലോകത്തിലേക്ക് ജനിക്കുമ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും സ്വഭാവം മിക്സ് ചെയ്ത് നമ്മളിലേക്ക് അത് കയറും. കണ്ടിട്ടില്ലേ? അപ്പന് ദേഷ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ മോനും ദേഷ്യം ഉണ്ടാവും. അപ്പൻ സംസാരിക്കുന്ന മോൻ സംസാരിക്കും. അമ്മ നടക്കുന്ന പോലെ മോൻ നടന്നു വരും, അല്ലെ മോൾ നടന്നു വരും. എന്താണെന്നറിയാമോ? അത് ആ ജനനം വഴി കിട്ടിയതാണ്. സ്തോത്രം. അവൻ മരിക്കും വരെ അവനെ കാണും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം, ആ സ്നേഹം, ആ സൗമ്യത, ആ താഴ്മ അത് നമ്മളിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ്റെ അമ്മയിലും ജനിച്ചാൽ അത് കിട്ടത്തില്ല. എനിക്ക് അത് എന്നിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവേശുവിൽ കൂടെയുള്ള വീണ്ടും ജനനം. ഹല്ലേലൂയ. വീണ്ടും ജനനം, വീണ്ടും ജനനം, വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനാലും വചനത്താലും നീ വീണ്ടും ജനിച്ചാൽ നിന്നിൽ വ്യാപരിക്കുന്ന സ്നേഹം യേശു ക്രിസ്തുവിൽ വ്യാപരിച്ചതായിരിക്കും. നിന്നിൽ വ്യാപരിക്കുന്ന സമാധാനം യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച സമാധാനമായിരിക്കും. എന്തെന്നറിയാമോ? ആ ആത്മാവിൽ കൂടെ ഇത് കണക്ട് ചെയ്യപ്പെടുകയാണ്. അവിടെയാണ് വിശുദ്ധിയും വേർപാടും രൂപപ്പെടുന്നത്. സ്തോത്രം. അല്ലാതെ നമ്മൾ തല കുത്തി നിന്നാൽ നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റത്തില്ല. അഭിനയിക്കാം, കുറച്ചൊക്കെ ഒന്ന് അഭിനയിച്ചു പോകാം. അതൊക്കെ ഞാൻ പറഞ്ഞ മണ്ണ് വാരിയിടുമ്പോൾ പാമ്പ് അതേപോലെ എന്ന് പറയുന്നത് നമ്മളെ ഒന്ന് തൊട്ട് നോക്കി അറിയാം നമ്മൾ ആരാന്നുള്ളത്. സ്തോത്രം. വീണ്ടും ജനനം പ്രോപ്പർ അല്ലെങ്കിൽ ഈ സ്വഭാവം വരത്തില്ല. അതുകൊണ്ട് ഞാൻ എടുത്തു പറയാം, വീണ്ടും ജനിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർ വീണ്ടും പഴയ സ്വഭാവത്തിൽ പോകുന്ന അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജനനം പ്രോപ്പർ അല്ലെന്ന് അതിൻ്റെ അർത്ഥം. ഒന്നുകൂടെ ചിന്തിക്കണം. കർത്താവേ, എനിക്ക് അപ്പനാ ജനിക്കപ്പെടണം എന്ന് പറ, ഏൽപ്പിച്ചു കൊടുക്ക്. വീണ്ടും ജനനം. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആ അപ്പന്റെ സ്വഭാവം നമ്മളിലേക്ക് വരും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിന്റെ അകത്ത്, ആന്തടി പൊക്കമുള്ള കാരാഗ്രഹത്തിനകത്ത് വെട്ടം പോലും കയറാത്തടത്ത് എഴുതി വെച്ചിരിക്കുക, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ. എഴുതി വെക്കാൻ എളുപ്പമാ. സന്തോഷം ഉണ്ടാകണമെങ്കിലേ ഈ ആത്മാവുമായിട്ട് കണക്ട് ചെയ്യപ്പെടണം. പരിശുദ്ധാത്മാവുമായിട്ട് കണക്ട് ചെയ്യപ്പെടണം. എങ്കിൽ മാത്രമേ ആ സന്തോഷം പുറത്തു വരുത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണണമെന്നുണ്ടെങ്കിൽ ഈ ആത്മാവുമായിട്ട് കണക്ട് ചെയ്യപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ അതിനകത്ത് വേറെ കാര്യമുണ്ട്. പൗലോസ് തന്നെ പറയുന്നുണ്ട്, ക്രിസ്തുവേശുവിൻ്റെ ഭാവം നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവുമായിട്ട് കണക്ട് ചെയ്യപ്പെടണം. സ്തോത്രം. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് ആ 2-ാം അധ്യായം എഴുതി തീർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ പറയുന്ന ആ പശ്ചാത്തലം, ആ ഫിലിപ്പിയ സഭയിൽ ചില ചെറിയ ഐക്യതയില്ലാത്ത പരിപാടികളെ നേരെയാക്കാൻ വേണ്ടി പൗലോസ് എഴുതിയിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ആ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്യങ്ങളും നമുക്ക് ഓരോരുത്തർക്കും അത് വളരെ അനുഗ്രഹമാണ്. നമ്മൾ ഏറ്റെടുത്താൽ വിടുതല. ക്രിസ്തുവേശുവിൻ്റെ ഭാവം തന്നെ
നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവ്, സ്തോത്രം, നമ്മളിൽ ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ ഈ ഭാവമൊക്കെ ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ അഭിനയിക്കാം. സ്തോത്രം. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. എന്തുകൊണ്ടാണ് പുതിയ നിയമസഭ അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന് പറയുന്ന നമ്മളിൽ കാട്ടുമുന്തിരിങ്ങ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് ഫലം ആകാത്ത ഫലം കായ്ക്കുന്നു? വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ നിത്യത നഷ്ടപ്പെട്ടു പോകാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭവമാണത്. സ്തോത്രം. ഞാൻ വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കാൻ പോവുകയാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യാം. സ്തോത്രം. ഈ വാക്യത്തെ ഞാൻ രണ്ടായിട്ട് തിരിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ പാർട്ട്, ആത്മാവിനാൽ നാം ജീവിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നു. നമ്മളെല്ലാവരും ആത്മാവിനാൽ ജീവിക്കുന്നവരാണ്. സ്തോത്രം. ഈ ലോകത്തിൽ ഇപ്പോൾ കാണുന്ന, എന്നെ കേൾക്കുന്ന അനേക ആയിരങ്ങളുണ്ട്. അവരോട് പറയുന്നത്, നിങ്ങളെല്ലാം ആത്മാവിൽ ജീവിക്കുന്നവരാണ്. ആത്മാവിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ ആത്മാവിൽ ജീവിക്കുന്ന നമ്മൾ ആകാത്ത ഫലം കായ്ക്കുമോ? കാട്ടുമുന്തിരിങ്ങ കായ്ക്കുമോ? നമ്മൾ വായിച്ചു യെശയ്യാവിന്റെ പുസ്തകത്തിൽ നല്ല മുന്തിരിയുടെ കമ്പാ വെച്ചത്, പക്ഷെ കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങയാ. അതിന് എന്തൊക്കെ നോക്കിയാലും, കാർഷിക ശാസ്ത്രം മുഴുവൻ നോക്കിയാലും അതിന് റിസൾട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിൽ തന്നെ റിസൾട്ട് ഉണ്ട്. എന്തുകൊണ്ടാണ് നല്ല മുന്തിരി വെച്ചിട്ടും കാട്ടുമുന്തിരി കായ്ച്ചെന്നുള്ള കാര്യം ഇവിടെ നമുക്ക് കിട്ടും, പക്ഷെ കാർഷിക ലോകം ചകഞ്ഞാൽ കിട്ടത്തില്ലത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം എൻ്റെ മുന്നിൽ ഇരിക്കുന്ന, സ്റ്റുഡിയോ ഇരിക്കുന്ന അനേക ദൈവമക്കളുണ്ട്, കേൾക്കുന്നവരുണ്ട്, ടിവിയുടെ മുന്നിൽ ഇരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഈ ദൈവജനം ആത്മാവിൽ ജീവിക്കുന്നുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട്, ദൈവം എനിക്ക് ആരാധനയ്ക്ക് പോകണം, എനിക്ക് 24 മണിക്കൂർ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹത്തോട് വന്നിരിക്കുകയാണ്. സ്തോത്രം. ഇതിൻ്റെ അകത്തിരിക്കുന്ന നല്ല ആഗ്രഹത്തോടെ, നല്ല ആത്മാവിൻ്റെ ചിന്തയിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ നിങ്ങൾ നല്ല ഫലം കായ്ച്ചുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ ഹോള് വിട്ട് പുറത്തു പോയി വീട്ടിലോട്ട് എത്തുകയാണ്. ഈ ആകാത്ത ഫലം കായ്ക്കുന്നൊരവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ പേര് എനിക്കറിയത്തില്ല, ഞാൻ ഏതൊരു പേരങ്ങ് എടുക്കുക. പേരിവിടെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ജോസപ്പച്ച എന്നൊരു അച്ഛൻ്റെ പേരങ്ങ് എടുക്കുക. ജോസപ്പച്ച അവിടെ ഇല്ലല്ലോ ഏതായാലും. സ്തോത്രം. ആരും ഇല്ലെന്ന് തോന്നുന്നു, ഇല്ല. അപ്പൊ ജോസപ്പച്ചാൻ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ മീറ്റിംഗ് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ജോസപ്പച്ചാൻ ഇവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് ചെന്ന് അടുക്കാറായപ്പോൾ അദ്ദേഹത്തിന്റെ അയൽവക്കത്ത് താമസിക്കുന്ന നാരായണൻ ചേട്ടൻ വന്നിട്ട് ഈ ജോസപ്പച്ചാനോട് പറയുകയാണ്, ജോസപ്പച്ചായ, എത്ര നാളായിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, എൻ്റെ വീടിന് മണ്ടയ്ക്കോട്ട് കിടക്കുന്ന ഈ മരം ഒന്ന് വെട്ടണം. എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ അവിടെ പാർക്കുന്നതല്ലേ, കാറ്റടിക്കുമ്പോൾ ഇതിങ്ങനെ വളഞ്ഞു വരുന്നു. എത്ര നാട്ട് ഞാൻ പറഞ്ഞത് കമ്പൊന്ന് കോതാൻ പറഞ്ഞു. നിങ്ങൾ കോതിയോ? ഇല്ല. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയുകയാണ്, നാളെ രാവിലെ നിങ്ങളത് കോതിയില്ലെങ്കിൽ ഞാൻ കയറി കോതും. സ്തോത്രം. ആരാ പറയുന്നത്? തൊട്ടടുത്ത് താമസിക്കുന്ന നാരായണേട്ടൻ ഈ ജോസപ്പച്ചാരോട് പറയാണ്, ഈ കമ്പ് ഞാൻ നാളെ കയറി കോതും. ഉടൻ ഇവിടുത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് 24 മണിക്കൂറത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി ജോസപ്പച്ചാൻ പറയാണ്, നീ കോതുവോടാ, നീ കോത്, നിന്റെ കൈ ഞാൻ കോതും. കണ്ടോ ജോസപ്പച്ചാൻ എന്ത് പറ്റി? ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞ് പോയ ആളല്ലേ. അദ്ദേഹം അങ്ങോട്ട് ചെന്ന് ആ വാക്കുകൾ കേട്ടപ്പോൾ അടുത്ത നിമിഷം പറയാ, നീ കോത്, നിന്റെ കൈ ഞാൻ കോതും. ഇതാ കാട്ടുമുന്തിരിങ്ങ. പിടികിട്ടിയപ്പം ആകാത്ത ഫലം, ആകാത്ത വാക്കുകൾ. അദ്ദേഹത്തിൽ വ്യാപരിക്കുന്ന ദുരാത്മാവല്ല, ഇവിടെ കൊട്ടിപ്പാടിയത് പൈശാചികവുമല്ല. ആരും അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിക്കണ്ട. അദ്ദേഹം ഇവിടെ നല്ല മനസ്സോടാ വന്നത്, ആരാധിച്ചു, സ്തോത്രം പറഞ്ഞു. പക്ഷേ അദ്ദേഹം മടങ്ങിച്ചെന്നപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ വന്ന വിഷയങ്ങളെ അദ്ദേഹത്തിന് ഡീൽ ചെയ്യാൻ കഴിഞ്ഞില്ല. ആകാത്ത ഫലം, കാട്ടുമുന്തിരിങ്ങ പുറത്തു വന്നു. സ്തോത്രം. ഇതാണ് ഒന്നാമത്തെ ഭാഗം. ആത്മാവിൽ ജീവിക്കുന്നു. നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നു. നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നവരാ, നമ്മൾ ആത്മാവിൽ ചലിക്കുന്നവരാ, നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാ, ആത്മാവിൽ പ്രസംഗിക്കുന്നവരാ. പക്ഷേ നമ്മുടെ അകത്ത് ചില സംഭവങ്ങളുണ്ട്. അതിങ്ങനെ ജഡത്തിന്റെ പ്രവർത്തികൾ പൊങ്ങി വരുമ്പോൾ അതിനെ പിടിച്ച് കെട്ടണം. സ്തോത്രം. സമയം ഒത്തിരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ
അതിന് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോവാം. ആത്മാവിൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഇവിടെയാണ് പ്രശ്നം. നമ്മൾ തോറ്റുപോകുന്നത് ഇവിടെയാണ്. നമ്മൾ വിചാരിക്കുന്ന കൈകൊട്ടി പാടാൻ അന്യഭാഷ ഈ ആത്മാവിനെ തന്നെ കൈകൊട്ടി പാടിക്കും അന്യഭാഷ പറഞ്ഞ് നിങ്ങൾക്ക് എന്തോളം ചെയ്തു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവേശുവിൻ്റെ ഭാവം വരുത്തുള്ളൂ. അവിടെയാ വിഷയം വരുന്നത്. അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെയോ എൻ്റെ ഭാവമൊക്കെ ആയിരിക്കും വരുന്നത്. സ്തോത്രം. ക്രിസ്തുവേശുവിൻ്റെ ഭാവം. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവേശുവിൻ്റെ ഭാവം നമ്മളിൽ നിന്ന് പുറത്തു വരണമെന്നെങ്കിൽ ആത്മാവിനെ അനുസരിക്കണം. ഓക്കെ, ആത്മാവിനെ അനുസരിച്ച് ജോസഫ് അച്ചാൻ ഇവിടുന്ന് പോവുകയാണ്, വീട്ടിലോട്ട് പോന്നു. വീട്ടിലോട്ട് പോകുമ്പോൾ നാരായണേട്ടൻ വീണ്ടും പറയുകയാണ്, ജോസഫേ എടാ വീടിൻ്റെ ചില്ല വെട്ടാൻ ഞാൻ നിന്നോട് എത്ര ആൾ പറഞ്ഞു, നീ നാളെ രാവിലെ വെട്ടിയില്ലെങ്കിൽ ഞാൻ കയറി വെട്ടും എന്ന് പറയുമ്പോൾ ഈ ജോസഫ് അച്ഛൻ എന്തോ പറയുന്നറിയാമോ? ആരാണ, നീ ക്ഷമിക്കണം, ഞാൻ ഇച്ചിരി ഓട്ടത്തിലായിപ്പോയി, നാളെ രാവിലെ ഞാൻ ആൾക്കാരെ കൊണ്ടത് വെട്ടിച്ചോളാം കേട്ടോ, ഉറപ്പാ. ഒക്കുവാണെങ്കിൽ ഇന്ന് തന്നെ വെട്ടിക്കും, അല്ല ഞാൻ നാളെ. കണ്ടോ, ആത്മാവിൽ ജീവിക്കുന്ന വ്യക്തിയും ആത്മാവിൽ ജീവിച്ച് ആത്മാവിനെ അനുസരിക്കുന്ന വ്യത്യാസം കണ്ടോ? നമ്മളിൽ കാട്ടുമുന്തിരിങ്ങ ഉണ്ടാകുന്ന ഇതുകൊണ്ടാ എന്ന് പറഞ്ഞാൽ നമ്മൾ ദേഷ്യത്തോടെ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് എടുത്തു ചാടിയിട്ട് നമ്മളിൽ ആകാത്ത ഫലം കായ്ക്കും. പക്ഷെ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുസരിക്കാറില്ല. ഇവിടെയാണ് നമ്മൾ അവസാനം നിത്യതയിൽ നിന്ന് പുറത്തു പോകുന്നത്. ഓരോ ദിവസം ചെല്ലും തോറും തെറ്റായ കാര്യങ്ങൾ ചെയ്ത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും. പശ്ചാത്താപം ഉണ്ടാകത്തില്ല, ആകാത്ത വാക്കുകൾ പറയും, ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കും, അവിടെ ഇവിടെ തലയും കാണിച്ച് കാലും കടിച്ച് നടക്കും. എല്ലാം ചെയ്തിട്ട് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോകും. ഇറങ്ങിപ്പോയ സ്ഥാനത്ത് വേറൊരു പാർട്ടി വന്ന് കയറും. നമുക്ക് മനസ്സിലായ ആരാന്നുള്ള കാര്യം. സ്തോത്രം. ആ പുള്ളി കയറിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, ഇവിടെ ഇൻവേർട്ടർ പോയി ഇലക്ട്രിസിറ്റി വന്നു, ഇലക്ട്രിസിറ്റി പോയി ഇൻവേർട്ടർ വന്നു, ലൈറ്റ് കത്തിക്കിടപ്പുണ്ട്. വീട്ടിലെന്തെങ്കിലും അറിയുന്നുണ്ട് നിങ്ങൾ കറണ്ട് പോകുന്ന കാര്യം? അറിയുന്നില്ല, അല്ല ഇൻവേർട്ടർ കൊണ്ട് അറിയത്തില്ല. പക്ഷേ പവർഫുള്ള കറണ്ട് പോയി, ഇപ്പം വിൽക്കുന്ന DC വോൾട്ടേജ് വീട്ടിൽ കത്തിക്കൊണ്ട്, അതാ ഇപ്പം കത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അത്യന്ത ശക്തി മാറിയിട്ട് പിശാചിൻ്റെ ശക്തി കയറി നമ്മളെ പിടിച്ചിരിക്കും. അറിയത്തില്ല. അന്യഭാഷയൊക്കെ പറയിപ്പിക്കും, വേണേ പ്രവചിക്കുമെന്ന്. സ്തോത്രം. എൻ്റെ വീട്ടിൽ കടന്നു വന്ന് ഒരു ഭാര്യയും ഭർത്താവും, പാസ്റ്ററും ഭാര്യയുമാണ്, വീട്ടിൽ കടന്നു വന്ന് ഞങ്ങളോട് ദൂതുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പറഞ്ഞോട്ടെന്ന് പറഞ്ഞു. ഒരു മീറ്റിംഗ് വെച്ച് കണ്ടാണ് അദ്ദേഹം വീട്ടിൽ വന്നാണ് ദൂത് പറയാൻ വേണ്ടി വന്നാട്ടെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നു, ദൂത് പറയാൻ വന്നു. അദ്ദേഹം ദൂതൊക്കെ പറഞ്ഞ ദൂത് എന്താണെന്ന് അറിയാമോ? സ്തോത്രം. പാലക്കാടിനടുത്ത് ഒരു 13.5 ഏക്കർ സ്ഥലം എനിക്ക് തരാൻ പോവാണ്. ആ സ്ഥലത്തിനകത്ത് ബൈബിൾ കോളേജും മെഗാ ചർച്ചും. നല്ലതല്ലേ, കൈ കൊടുക്കണ്ടേ നമുക്ക്? സ്തോത്രം. നല്ല ഓഫറാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്കത് വേണ്ട, ദൈവം അത് എനിക്ക് തന്നിട്ടില്ല, എനിക്ക് ദൈവം ഒരു ദർശനമുണ്ട്, ആ ദർശനം ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ. ഉടൻ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, പുള്ളിക്ക് ദേഷ്യമായി. ദൈവത്തിന്റെ ആലോചന നിന്ദിക്കുന്നു, പരിഹസിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ ആലോചന ഒരിക്കലും നിന്ദിക്കത്തില്ല, പരിഹസിക്കത്തില്ല. സ്തോത്രം. എന്നാൽ നമുക്ക് പോയേക്കാം. ഭാര്യ വിളിച്ചു. ഞാൻ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കത്തില്ല പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു വിടാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എന്നോട് ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു, അവരുടെ മേൽ കൈ വെക്കുക. ഓൺ ദ സ്പോട്ടിൽ പോയി അവരുടെ മേൽ കൈ വെച്ചപ്പോൾ 4 ദിവസം പ്രവചിച്ച ആ പ്രവാചകിയിൽ നിന്ന് ഭൂതവിളകി തലമുടി അയച്ചിട്ട് നിന്നു. സ്തോത്രം. അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്. ആ മനുഷ്യൻ ഇറങ്ങി ഓടുകയും ചെയ്തു. വെള്ള ഉടുപ്പിട്ടത് കൊണ്ടോ അന്യഭാഷ പറയുന്നത് കൊണ്ടോ യേശുവിനെ പ്രസംഗിക്കുന്നതുകൊണ്ടോ എല്ലാവരും അവിടെ നിന്നാണ് വിചാരിക്കരുത്. ഈ ദിവസങ്ങളെ തിരിച്ചറിയണം, ഇതിനാണ് അഭിഷേകം തന്നിരിക്കുന്നത്. കൈക്കൊട്ടി പാടാൻ മാത്രമല്ല, മുന്നി വന്നതിനെ തിരിച്ചറിയണം, ആത്മാവി തിരിച്ചറിയണം, ആത്മാവി വിവേചിക്കണം. സ്തോത്രം. ഞാൻ ഇത് പറയാൻ കാര്യം, അന്യഭാഷ പറയും. പിശാച് കയറി ചെയ്യുന്നുണ്ട്. അന്യഭാഷയും പറയിപ്പിക്കും, സ്തോത്രവും പറയിപ്പിക്കും, പ്രവചനവും പറയിപ്പിക്കും. പോയി പുറകെ പോകരുത്, സൂക്ഷിച്ചോണം. തിരിച്ചറിയാൻ ഫലമാണ് കർത്താവ് വിളിക്കുന്നത്. ഫലം കൊണ്ട് തിരിച്ചറിഞ്ഞോണം ഇവൻ ഏതാണ്. ഇവൻ്റെ ദൂത് കേൾക്കുമ്പോൾ അറിയാം ഇവൻ ആരാന്നുള്ള കാര്യം. സ്തോത്രം.
അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. അപ്പൊ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയും വേർപാടും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, ഈ വിശുദ്ധി വേർപാടെന്നൊരു സംഭവം മേളിൽ നിന്ന് കെട്ടിയിറക്കി തരുന്നതല്ല. നമ്മൾ ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, വേണ്ടാന്ന് പറയുന്ന കാര്യം വേണ്ടാന്ന് വെക്കണം, പോകണ്ടാത്തത് പോകരുത്, പറയണ്ടെന്ന് പറയുന്നത് പറയരുത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോയാൽ വിശുദ്ധിയോടും നിർമ്മലതയോടും നിനക്ക് ജീവിക്കാൻ കഴിയും. അതാ ഗലാത്യ ലേഖനം 5:16 പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്നാണ്. നടക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ആത്മാവിനെ അനുസരിച്ച് നടക്കുമെന്ന്. ആത്മാവിനെ അനുസരിച്ച് നമ്മുടെ ഓരോ നിമിഷവും മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ, സഭായോഗത്തിന് പോയിരുന്ന് 2 മണിക്കൂർ ആരാധിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ അവിടെ ചേറി വെച്ചിട്ട് പോവുകയല്ല. സ്തോത്രം. നമ്മുടെ പരിപാടി പരിശുദ്ധാത്മാവോടെ അകത്ത് വസിക്കുന്നു. നീ കുളിക്കുമ്പോൾ, നീ കറിക്കരിയുമ്പോൾ, തുണി നനയ്ക്കുമ്പോൾ, റോഡിൽ ജോലി ചെയ്യുമ്പോൾ, വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ, ഓടി നടക്കുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ, സ്കൂട്ടർ ഓടിക്കുമ്പോൾ ഈ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ടിരിക്കുക. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത് ശ്രദ്ധ വെച്ച് കേട്ടാൽ നിനക്ക് മനസ്സിലാകും. അനുസരിച്ചാൽ വിടുതലാണ്, വിശുദ്ധിയാണ്, വേർപാടാണ്. ഈ വിശുദ്ധിയും വേർപാടും ഒക്കെ പുറത്തു വരുന്നത് അങ്ങനെയാണ്. നമ്മൾ ദൈവസ്ഥനെ അനുസരിക്കുമ്പോൾ, മറ്റുള്ളവരനുസരിക്കാതിരിക്കുമ്പോൾ. കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 40 ക്രിസ്ത്യൻ കുഞ്ഞുങ്ങളുണ്ടെന്ന് വിചാരിച്ചു. 40 പേരും ഒരു കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുമ്പോൾ, അതിൽ പെന്തക്കോസ്തുകാരനായ ദൈവത്തെ സേവിക്കുന്ന കുഞ്ഞ് ഞാൻ വരുന്നില്ല, ഞാൻ ദൈവ പൈതല, ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ മറ്റുള്ളവർ അവനെ കുറ്റം വിധിക്കും. കാര്യം ശരിയാ, പക്ഷെ അവിടെയാണ് വേർപാട്, സെപ്പറേഷൻ. ഇവിടാണ് സെപ്പറേഷൻ. അല്ല ഞാൻ വേറെപ്പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മറ്റുള്ളവർ തിരിച്ചറിയണം, സമൂഹം തിരിച്ചറിയണം, പബ്ലിക് തിരിച്ചറിയണം. അവിടെയാണ് നമ്മുടെ വേർപാട്. നമ്മളിലേക്ക് ആ വേർപെട്ടവനെ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധി കാണുന്നത്. അവിടെയാണ് നമ്മുടെ വിശുദ്ധി പുറത്തു വരുന്നത്. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ ദൈവാത്മാവ് വിളിച്ചു പറയുക, ആത്മാവിനെ പ്രാപിച്ചെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക. എൻ്റെ സമയം തീരാറായി. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞാൻ ആത്മാവിനെ അനുസരിച്ചാണോ ജീവിക്കുന്നത്? ഞാൻ അന്യഭാഷ പറയുന്നുണ്ട്, ഞാൻ ഒത്തിരി തുള്ളിച്ചാടുന്നുണ്ട്, ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കർത്താവേ, ഞാൻ എൻ്റെ കർത്താവ് പറയുന്ന അനുസരിക്കുന്നുണ്ടോ? എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്താണോ ഞാൻ ജീവിക്കുന്നത്? ഒന്ന് സ്വയശോധന ചെയ്യാമോ? നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ, ആകാത്ത ഫലമാണോ എന്നിൽ നിന്ന് കായ്ക്കുന്നത്? കാട്ടുമുന്തിരിങ്ങയാണോ കായ്ക്കുന്നത്? ഞാൻ ഈ പറയുന്ന ദൂത് എനിക്കറിയാം, സ്തോത്രം, നിങ്ങളെ ഇളക്കുന്ന ദൂതല്ല, പക്ഷെ നിങ്ങളുടെ അകത്തുനിന്ന് ഇളകും. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾ ഉറക്കം വെച്ചിട്ട് കുറയും. എന്നാ കാര്യം എന്നറിയാമോ? നിത്യത നഷ്ടപ്പെടുന്ന കാര്യമാണ്. നഷ്ടപ്പെടുന്ന കാര്യമാണ്. സ്തോത്രം. ഇവിടെ കാറും വീടും ജോലിയും കിട്ടുന്ന കാര്യം പറയുന്നതല്ല വിഷയം. അത് വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് രാത്രി ചിന്തിക്കണം, എൻ്റെ നിത്യത നഷ്ടപ്പെടുമോ? ഇന്ന് രാത്രി ഞാൻ മരിച്ചാൽ, ഇന്ന് യേശു വന്നാൽ എൻ്റെ ജീവിതം അവസാനിക്കുമോ? അതോടുകൂടി കഴിയുമോ? എല്ലാം അങ്ങനെ കഴിയരുത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, സ്തോത്രം, ആത്മാവിനെ അനുസരിക്കുക. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ആത്മാവിനെ അനുസരിക്കുന്നുവെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ജയിക്കത്തില്ല. സ്തോത്രം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഒരു ദിവസം കൊണ്ട് നമുക്ക് വിശുദ്ധരാകാൻ കഴിയത്തില്ല. ഒരു ദിവസം കൊണ്ട് നമുക്ക് വിശുദ്ധിയിലേക്ക് വരാൻ കഴിയത്തില്ല. പക്ഷെ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മളിലുള്ള ഓരോ സ്വഭാവങ്ങളെ പറിച്ചു കളയണം, വെട്ടിക്കളയണം. എന്നിട്ട് ക്രിസ്തുവുമായിട്ട് മാച്ച് ചെയ്ത് നോക്കണം. എൻ്റെ യേശുപ്പച്ചനോട് ഞാൻ ഒത്തുവരുന്നുണ്ടോ? എൻ്റെ യേശുപ്പച്ചൻ്റെ സ്വഭാവം എന്നിൽ വരുന്നുണ്ടോ? എൻ്റെ യേശുപ്പച്ചൻ്റെ സ്നേഹം എന്നിലുണ്ടോ എന്ന് ഓരോ ദിവസം നമ്മൾ ഒത്തു നോക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും ക്രിസ്തുയേശുവിൻ്റെ ഭാവത്തോട് നമ്മൾ ഏകീഭവിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ആ നിത്യതയ്ക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വർഗ്ഗരാജ്യത്തോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ കേട്ടോ. ക്രിസ്തുയേശുവിന്റെ ഭാവമുള്ളവർക്ക് മാത്രമേ അവിടെ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ആത്മാവ്, ഹല്ലേലൂയ, നമ്മളെ അതിനുവേണ്ടി രൂപാന്തരപ്പെടുത്തുവാൻ നമ്മുടെ അകത്ത് വസിക്കണം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നത് സുവിശേഷം പ്രസംഗിക്കുക, മറ്റുള്ളവരുടെ സാക്ഷിയാകുക, ആത്മാവിൽ ജീവിക്കുക, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുക. ബാക്കിയെല്ലാം ഇതിൻ്റെ കൂടെ നടന്നോളും. രോഗം സൗഖ്യമാകും, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും, കെട്ടുകൾ പൊട്ടും. ഹല്ലേലൂയ. വേണ്ടതൊക്കെ കർത്താവ് തരുമെന്ന്. പക്ഷേ ദൈവത്തോട് പറ്റിയിരുന്നോണം. ഞാൻ എൻ്റെ വാക്കൊക്കെ വിരാമം കുറിക്കുന്നു. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ആകാത്ത ഫലം കായ്ക്കരുതേ അപ്പ. ആകാത്ത കാട്ടുമുന്തിരിങ്ങ ഉണ്ടാകല്ലേ അപ്പ. കാട്ടുമുന്തിരിങ്ങ ഉണ്ടാകല്ലേ അപ്പ.
എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവേ, ഇന്ന് പകൽക്കാലത്തെ ഈ മെസ്സേജ് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരണം. എൻ്റെ കർത്താവിനോട് നിന്നോട് പറ്റിയിരിക്കുവാൻ, ദൈവത്തെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ, ദൈവത്തെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അദൃശ്യമായ കരം ചലിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ നടക്കട്ടെ അപ്പാ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ബന്ധനങ്ങൾ ജനം പുറത്തു വരട്ടെ. ആത്മാവിൽ ആനന്ദിക്കട്ടെ. ആത്മാവിൽ സന്തോഷിക്കട്ടെ. കർത്താവേ, അവിടുത്തെ ബലമുള്ള കരത്തിലേക്ക് ജനത്തെ ഏൽപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.